വാനമ്പാടി ജാനകിയമ്മയുടെ വേർപാട് സംഗീത ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ജാനകിയമ്മയുടെ അവസാനത്തെ പാട്ട് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലെ അമ്മപ്പൂവിനും എന്ന് പറയുന്ന മനോഹരമായ താരാട്ട് പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗാനരചയിതാവായ ശ്രീ റോയ് പുറമടം നമ്മോടൊപ്പമുണ്ട്. സർ നമസ്കാരം. എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചത് ശരിയല്ല, എന്നാലും അമ്മയോടൊപ്പമുള്ള ഒരു അവസാന ആ പാട്ടിന്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാവോ? ഹൈദരാബാദിൽ വെച്ചായിരുന്നു റെക്കോർഡിങ് 10 കൽപ്പനകൾ എന്ന സിനിമയുടെ. അപ്പൊ അതിലൊരു താരാട്ട് പാട്ട് ആവശ്യം വന്നു. ഈ ഡയറക്ടർ അത് ജാനകിയമ്മ തന്നെ പാടണമെന്ന് ഒരു നിർബന്ധം ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടി വന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതി അത് എസ് ജാനകി പോലെയുള്ളൊരു വലിയ ഗായിക പാടും എന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. എന്തായാലും പാട്ട് എഴുതി ഞങ്ങൾ ഹൈദരാബാദ് എത്തി. അമ്മയെ കണ്ടു വന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതൊരു വല്ലാത്ത ചൈതന്യമാണ്. അത് ജാനകിയമ്മ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന പോലെയല്ല. ഒരു സ്റ്റുഡിയോയിൽ ഒരു ലൈറ്റ് പോലും ഇടണ്ട കയറി വരുമ്പോൾ അത്രയ്ക്ക് പ്രകാശിച്ച് നിൽക്കുന്നൊരു രൂപമാണ് ജാനകിയമ്മയുടെ. പാട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തി. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്നേഹം എന്താണോ അത് എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ആള്. പാട്ട് പാടിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഈ പാട്ട് വെച്ച് ഞാൻ പാട്ട് നിർത്തുകയാണ്. ഈശ്വരൻ എന്നോട് പറഞ്ഞു ഇനി പാടണ്ട, ഈ പാട്ട് മതി എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ ഇന്ന് ഒരു പാട്ട് ഞാൻ പാടി. ഇത് മിഥുൻ എന്നവര് വളരെ നന്നായിട്ട് മ്യൂസിക് ചെയ്തു. റായ് വളരെ നന്നായിട്ട് എഴുതി. ഈ പാട്ട് അമ്മമാർക്കായിട്ട് ഞാൻ പാടിയിരുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങൾ കുട്ടികൾക്ക് ഈ പാട്ട് പാടണം എവറിഡേ. വളരെ എനിക്ക് സന്തോഷമാകും. നമുക്ക് ഓരോ ദിവസം കഴിച്ചെത്തി തന്നെ ഞാനിപ്പോൾ പാടുന്നു. പിന്നെ പാടുമോ ഇല്ലയോ അറിയില്ല. ഈ പാട്ട് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഞങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞില്ല, ഇനി പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ കുറേ സംസാരിച്ചിരിക്കും. എൻ്റെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ച് അങ്ങനെ അത്രയും അതുപോലെ എനിക്ക് തോന്നുന്ന ആരും എൻ്റെ അടുത്ത് അതുപോലെ അത്രയും സ്നേഹമായിട്ട് എന്നെ ചേർത്ത് പിടിച്ചൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവരെയും പോലെ അമ്മയുടെ വിയോഗത്തിൽ വിഷമമുണ്ട്. പക്ഷേ മലയാളികളാരും ജാനകിയമ്മ മരിച്ചുപോയി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും കൂടുതൽ അമ്മയുടെ പാട്ടുകൾ കേട്ട് ഈ കൂടെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. കാരണം ആ ഒരു ചിന്തയാണ്. കാരണം ഞാൻ പോലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജാനകിയമ്മ എസ് ജാനകി പാടുന്ന പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഏതോ ഒരു ദൈവികമായിട്ടുള്ളൊരു ശബ്ദമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത്. അത് യേശുദാസ് ആയാലും ജാനകിയമ്മ ആയാലും ഇവരൊന്നും ഈ ഭൂമിയിലുള്ളവരാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാലത്ത്. എന്ന് പറഞ്ഞ പോലെ എല്ലാ മലയാളിക്കും അവരുടെ മനസ്സിൽ ജാനകിയമ്മ സ്ഥിരമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഇല്ലാതായി എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അമ്മയുടെ അവസാന പാട്ടായിട്ട് വന്നത് ഒരു താരാട്ട് പാട്ട് തന്നെയാണ്. അത് തികച്ചും ആകസ്മികമായി വന്നൊരു കാര്യമല്ലേ? അത് 2 ലൈൻ ഒന്ന് മൂളാൻ പറ്റുമോ? അമ്മ പൂവിനും ആമ്പൽ പൂവിനും പൂങ്കുരുന്ന് നീ പൂങ്കുരുന്ന് കണ്ണിനിളം പൂവേ പുഞ്ചിരി പൂന്തേനി ഉമ്മ തരാം ഞാൻ പൊന്നുമ്മ തരാം ഞാൻ. ഇതാണ് ആ പാട്ടിന്റെ ആദ്യ വരികൾ. പിന്നെ അതിന്റെ എഴുത്തില് കൂടുതലും നമ്മുടെ ഇടുക്കി ജില്ലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ ഒരു കൺസെപ്റ്റാണ്. ഇവിടുത്തെ മലകളും മഞ്ഞും തണുപ്പും ആ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു നമ്മുടെ നാട്ടുകാരിയായ ഒരു അമ്മയുടെ ഒരു താരാട്ട് പാട്ട് പോലെയാണ് ആ പാട്ട് എഴുതിയത്. അമ്മ ജാനകിയമ്മ ഈ പാട്ട് ലിറിക്സ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്താ അമ്മ പറഞ്ഞത്? ശരിക്കും അമ്മ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അമ്മ പറഞ്ഞ വീഡിയോ അന്നത്തെ ഏതൊരു ചാനലിൽ എടുത്തിട്ട് കിടപ്പുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, നല്ല വരികളാണ്. എഴുതിയ ആളെ കുറിച്ചും സംഗീതം ചെയ്തവരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൂടാതെ ഇതെല്ലാവരും ഇത് കേൾക്കണം, ഇത് കേൾക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് അമ്മ പറഞ്ഞ വീഡിയോ തന്നെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്.
ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ആ കാര്യത്തിൽ. പക്ഷെ അമ്മയുടെ വിയോഗത്തില് വിഷമമുണ്ട്. സാധാരണ നമുക്ക് നമ്മുടെ ഏറ്റവും അടുപ്പുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. പക്ഷെ അമ്മ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല, മരിക്കുന്നു എന്ന് കാണാനും കഴിയുന്നില്ല. ഇവിടെ ഉണ്ടാവും. അമ്മയുടെ ശബ്ദത്തിൽ തന്നെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, നമ്മുടെ മലയാളത്തിൽ ഉണ്ടാവും.